നിങ്ങൾക്കറിയാമോ, ജൈവശൃംഖലയിൽ കൊതുകുകളുടെ അത്രയും മനുഷ്യന് ശല്യമുണ്ടാക്കുന്ന വേറൊരു ജീവി കാണില്ല എന്ന്? അറിഞ്ഞോ? മലേറിയ, ഡെങ്കിപ്പനി, വെസ്റ്റ് നൈൽ വൈറസ്, ചിക്കൻ ഗുനിയ അടക്കമുള്ള പല രോഗങ്ങളും പരത്തി രാത്രി ഉറങ്ങുവാനും സമ്മതിക്കാതെ ശരിക്കും ഗുണ്ടാ വിളയാട്ടം തന്നെ നടത്തുന്ന ഈ സംഘങ്ങൾക്കെതിരെ ജനറ്റിക് എഞ്ചിനീയറിംഗ് കൊണ്ട് ആഞ്ഞടിക്കുവാൻ തയ്യാറെടുത്തിരിക്കുകയാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ. കാര്യത്തിലേക്ക് വരാം. പൊതുവെ ആൺകൊതുകുകൾ കടിക്കാറില്ല. ചെടികളുടെ നീരൊക്കെ കുടിച്ച് ശുദ്ധ വെജിറ്റേറിയനാണ് കക്ഷി. പക്ഷെ പെൺകൊതുകുകൾ രക്തദാഹികളാണ് താനും. ഈ പ്രത്യേകത മുതലെടുത്താണ് പണി. ആയിരക്കണക്കിന് ആൺകൊതുകുകളെ ശാസ്ത്രജ്ഞർ ലാബിൽ ലാർവകളിൽ നിന്നുണ്ടാക്കി ആദ്യം. എന്നിട്ട് ഇവയുടെയൊക്കെ ജീൻ എഡിറ്റിംഗ് എന്ന പ്രക്രിയയിലൂടെ ഒരു പ്രത്യേക മാറ്റവും വരുത്തി. എന്നിട്ട് ഇവയെ നാട്ടിൽ കൊണ്ടുപോയി കൊതുക് ശല്യമുള്ള സ്ഥലങ്ങളിൽ പറത്തിവിടുകയും ചെയ്തു. ഈ പുതിയ ആൺകൊതുകുകൾ കണ്ണിൽ കണ്ട പെൺകൊതുകുകളുമായി ഇണചേർന്നു. ഒരു കുഴപ്പവുമില്ലാതെ ലാർവ സന്തതികളും ഉണ്ടായി. ഇനിയാണ് സയൻസിന്റെ കളി. ഈ ലാർവകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. പെൺ ലാർവയാണെങ്കിൽ അത് ചത്തുപോകും. ആൺ ലാർവയാണെങ്കിൽ വളർന്ന് കൊതുകുകളാകുകയും ചെയ്യും. ഏതു തരം കൊതുക്? നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ ജനിതക മാറ്റം വരുത്തിയ ആൺകൊതുക്. അതായത് പെൺകൊതുകുകൾക്ക് പണി കൊടുക്കുവാനുണ്ടാക്കിയ ഒരുതരം അവതാരം. പണി തീർന്നില്ല. സാധാരണ കൊതുകുകളിൽ നിന്നുണ്ടായ ലാർവകളിൽ നിന്ന് അപ്പോഴും പെൺകൊതുകുകൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അവയെ തെരഞ്ഞുപോയി സെറ്റാക്കി ഇണചേരുകയാണ് അവരുടെ പണി. വീണ്ടും പണി കൊടുക്കാൻ. കൊതുകിന്റെ ജീവിതചക്രം തന്നെ വെറും ദിവസങ്ങളായതിനാൽ വളരെ വേഗം ഈ സൈക്കിൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഫലമോ, കടിക്കുന്ന കൊതുകുകൾ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമാകുകയും ചെയ്യും. എങ്ങനെയുണ്ട്? ഫ്ലോറിഡയിൽ ആദ്യ ബാച്ചിനെ വിട്ടുകഴിഞ്ഞിട്ടുണ്ട്. അവന്മാർ അവിടെ പണി തുടങ്ങിയും കഴിഞ്ഞു. ബാക്കിയുള്ള സ്ഥലത്ത് കൂടി പതുക്കെ ചെയ്യുവാനാണ് പരിപാടി. എന്തായാലും ജൈവ സംവിധാനം എഡിറ്റ് ചെയ്യൽ ചില്ലറ കളിയല്ല. ഇങ്ങനെ പോയാൽ മനുഷ്യകുലം ഒരു ക്രിയേറ്റർ റോളിലേക്ക് എത്തുമോ എന്ന എന്റെ ചിന്ത. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോരട്ടെ. ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനലും ഫോളോ ചെയ്ത് ഞങ്ങളോടൊപ്പം കുടിക്കും.